ഗൈസ് ഇന്നലെ രണ്ട് ഇന്ത്യയുടെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഓഡിയ സീരീസിലെ ആദ്യത്തെ മത്സരം, അതുപോലെ വുമൺസ് ക്രിക്കറ്റ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരവും. അപ്പോൾ ഈ രണ്ട് മത്സരവും നിരാശപ്പെടുത്തുന്ന മത്സരമായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നിൻ്റെ നിരാശ മാറ്റാൻ അടുത്തത് കണ്ടപ്പം അടുത്തതും അത് തന്നെയായിരുന്നു അവസ്ഥ. ആദ്യം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഓഡിയോ സീരീസിലെ ആദ്യത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിലേറ്റവും വലിയൊരു പ്രത്യേകത രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും റോക്കോ കോമ്പിനേഷൻ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ നിരാശപ്പെടുന്നൊരു പ്രകടനമാണ് മൊത്തത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യ കളിച്ചതിനേക്കാൾ നന്നായി ഇന്നലെ മഴ കളിച്ചു എന്നുള്ളത് പറയണം. മോശം ടോപ്പ് ഓർഡർ, മൊത്തത്തിൽ മോശമായിരുന്നു. പിന്നെ ഓസ്ട്രേലിയയുടെ എക്സ്പ്ലോഷൻ, ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഒരു തീരുമാനമായിട്ട് മാറി എന്നുള്ളതാണ് ആ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു. ഓസ്ട്രേലിയ 7 വിക്കറ്റിനാണ് ഈ ഒരു മത്സരം വിജയിച്ചെന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് വന്നിട്ടുള്ള റോക്കോ കോമ്പിനേഷൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. 8 റൺസ് മാത്രമാണ് 14 ബോളിൽ എടുത്തത്. വിരാട് കോഹ്ലി ഡക്കായി പുറത്താവുകയാണ് 7 ബോളിൽ നിന്ന്. ടോപ്പ് ഓർഡർ എല്ലാവരും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം ഇപ്പം ഗില്ല് 18 ബോളിൽ 10 റണ്ണ്, ശ്രേയസ് അയ്യർ 24 ബോളിൽ 11, അങ്ങനെ ഒരു മോശപ്പെട്ട അവസ്ഥയിലാണ് എത്തിയത്. ആ അവസ്ഥയിലാണ് പിന്നെ ഒരു ഭയങ്കര ദീർഘമായ മഴ, ഇടക്കിടയ്ക്ക് മഴ പെയ്തെങ്കിലും പിന്നീട് 26 ഓവർ എന്ന നിലയിൽ ഒരു മത്സരം ചുരുക്കുന്ന സിറ്റുവേഷൻ വന്നു. പിന്നെ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് അക്ഷർ പട്ടേലും അതുപോലെ KL രാഹുൽ, ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അവർ വന്ന് ഏതാണ്ട് 40 ബോളിൽ 30 എന്ന് പറയുന്നൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിൽ അക്ഷർ പട്ടേൽ 31 റൺസ് എടുത്തു 38 ബോളിൽ, അതുപോലെ KL രാഹുൽ 38 റൺസ് എടുത്തു. ഇത് മാത്രമാണ് ഒരു പ്രതീക്ഷ നൽകുന്നൊരു കോമ്പിനേഷനൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഒരുവിധം അടിച്ചത് നിതീഷ് കുമാർ റെഡ്ഡി ലാസ്റ്റ് ഓവേഴ്സിൽ വന്നിട്ടുള്ളൊരു 2 സിക്സർ അടക്കം 11 പന്തിൽ 19 റൺ എടുത്താണ്. വാഷിംഗ്ടൺ സുന്ദറും 10 റൺസ് എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കണക്കാണ്. മൊത്തത്തിൽ നിരാശപ്പെടുത്തി. അങ്ങനെ 136-9 എന്ന നിലയിൽ 26 ഓവർ എത്തുന്ന സമയത്ത് അവസാനിച്ചു. DL റൂൾ പ്രകാരം 131 പറയുന്നൊരു ടാർഗറ്റാണ് ഓസ്ട്രേലിയക്ക് മുമ്പിൽ വെച്ചത്. അവർ ഈസിലി അത് നേടിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ 7 വിക്കറ്റ് കയ്യിലിരിക്കുക അവർ നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പം ട്രാവിസ് ഹെഡിൻ്റെ വിക്കറ്റ് രണ്ടാമത്തെ ഓവറിൽ അർഷദീപ് എറിഞ്ഞിട്ടു. പിന്നെ 44 റണ്ണെന്ന് പറയുന്നൊരു നിലയിലേക്കൊക്കെ എത്തി. പക്ഷേ അവർ കൃത്യമായിട്ട് റൺ റേറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ 21.1 ഓവർ, അതായത് 22ാമത്തെ ഓവറിൽ മത്സരം അവർ ജയിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മിച്ചൽ മാഷിൻ്റെ 46 നോട്ട് ഔട്ട്, ഫിലിപ്പിൻ്റെ 37, റൺഷോ 21 നോട്ട് ഔട്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ബോളിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ എല്ലാ ബോളേഴ്സും ഒന്നിനൊന്ന് മികച്ച് നിന്നു എന്നുള്ളതാണ് പറയേണ്ടതെങ്കിൽ. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും അക്ഷർ പട്ടേലാണ് പിടിച്ച് എറിഞ്ഞതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബാക്കി എല്ലാവരും ഒരു തരത്തിൽ നിരാശപ്പെടുത്തി. അങ്ങനെ നിരാശയുടെയും മഴയുടെയും ഒക്കെ കെടുതിയിൽ ആ ഒരു മത്സരം ഓസ്ട്രേലിയ വിൻ ചെയ്തു. സീരീസിൽ 1-0 ഇപ്പം ഓസ്ട്രേലിയ മുന്നിലുമാണ്. ഈ ടീമിൻ്റെ സങ്കടം മാറ്റാനാണ് വുമൻസ് ടീമിൻ്റെ മത്സരം, വേൾഡ് കപ്പ് ലീഗ് സ്റ്റേജ് മത്സരം വളരെ നിർണായക മത്സരമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. 288 എന്ന് പറയുന്നൊരു നിലയിലാണ് ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പം 289 ഒരു ടാർഗറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഹീത്തർ നൈറ്റിൻ്റെ സെഞ്ചുറിയും അതുപോലെ എമി ജോൺസിൻ്റെ അർദ്ധശതകവും ഒക്കെ അവരുടെ ഈ റൺസിലേക്ക് എത്താൻ കാരണമായി. എങ്കിൽ കൂടി ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് 300 ഈസിലി കടക്കുമെന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന ഓവറിലൊക്കെ നന്നായിട്ട് പിടിച്ചു എറിഞ്ഞു. ഇപ്പം ദീപ്തി ശർമ്മ 4 വിക്കറ്റൊക്കെ നേടി മികച്ച പ്രകടനമാണ് നടത്തിയത്. അവസാനം ഒരുപാട് റൺസിലേക്കൊന്നും ഇന്ത്യ വിട്ടുകൊടുത്തില്ല. അപ്പോൾ 288 എന്ന് പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്കോർ തന്നെയാണ് 289 ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. രണ്ടാമത് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ 42-2 എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ സ്മൃതി മന്ദനയും അതുപോലെ കൗറുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് 122 ബോളിൽ 125 എന്ന് പറയുന്ന ഒരു നല്ല പാർട്ട്ണർഷിപ്പ് നേടിയെടുത്തു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്മൃതിയും കൗറും ഔട്ടായി. അതിനുശേഷം വന്നിട്ടുള്ള ദീപ്തി ശർമ്മ ഒരു 50 നേടിയിരുന്നു. അങ്ങനെ ഇപ്പോൾ 30 ഓവറിൽ 167-3 എന്ന് പറയുന്നൊരു നിലയിലൊക്കെ നിന്നെടുത്ത് നിന്ന് പിന്നീട് ഒരു തകർച്ചയാണ്. എസ്പെഷ്യലി ദീപ്തി ശർമ്മയുടെ വിക്കറ്റ് പോകുന്ന സമയത്ത് ഇപ്പോൾ 20 ബോളിൽ 27 റൺസ് എന്ന് പറയുന്നൊരു സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് ദീപ്തി ശർമ്മ ഔട്ടാകുന്നത്. പിന്നീട് കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞു. ലാസ്റ്റ് ഓവറിൽ 14 റൺസാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ആദ്യത്തെ 5 ബോളിലും ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് ബോൾ മാത്രമാണ് ബൗണ്ടറി അടിച്ചത്. അങ്ങനെയാണ് ആ ഒരു മത്സരം ഇന്ത്യ പരാജയപ്പെടുന്നതും ഇംഗ്ലണ്ട് ഈ ഒരു സെമി ഫൈനലിലേക്കുള്ള യോഗ്യത നേടുന്നത്. ഇന്ത്യക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. എസ്പെഷ്യലി ഇപ്പം ന്യൂസിലൻഡുമായിട്ടാണ് അടുത്ത മത്സരം വരുന്നത്. ആ ഒരു മത്സരം വളരെ ക്രൂഷ്യലാണ്. കാരണം 2 ടീമുകൾക്കും ഈ ഒരു സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിക്കണമെങ്കിൽ ഒരു വിജയം അനിവാര്യമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമൊക്കെയാണുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പം നിരാശയുടെ ഒരു ദിനമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എന്നുള്ളത്. വീഡിയോ ചെയ്യാൻ ഇച്ചിരി ലേറ്റായി പോയെന്നറിയാം. സൺഡേ ആയതുകൊണ്ടും വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയി പോകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു കൺവെൻഷൻ സനിയോ.